ആദ്യത്തിന്റെ 2 റൗണ്ടുകളിൽ വ്യക്തിയെയും സംഭവത്തെയും മനസ്സിൽ വിചാരിച്ച് വളരെ ലളിതമായി തന്നെ എന്നെ പരാജയപ്പെടുത്തി സൈറ യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ എത്തി നിൽക്കുന്നു. സൈറ, ഇക്കുറി സൈറയ്ക്ക് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. ആ സ്ഫടികഗോളത്തിൽ പറയരുത് എന്നോട് എന്താണ് വിഷയമെന്ന്. എങ്കിലും സൈറ ആ വിഷയം നോക്കിക്കോളൂ. ആശ്വാസമുണ്ടോ മുഖത്തൊന്നറിയട്ടെ. ഉണ്ട് ആശ്വാസം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? സൈറ ഇക്കുറി വിചാരിക്കേണ്ടത് ഒരു സ്ഥലമാണ്. ആ വിഷയത്തിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥലം മനസ്സിലോർത്തുകൊണ്ട് സൈറയ്ക്ക് മത്സരിക്കാം അശ്വമേധത്തിൽ. അതിനായി സൈറയ്ക്ക് സൈറയുടെ മാർഗനിർദ്ദേശിയായ ശ്രീ VK ശ്രീരാമനെ സമീപിക്കാം. സൈറ നിർദ്ദേശിക്കുന്ന സ്ഥലം നോബൽ ഗൈഡ് അംഗീകരിച്ചാൽ, IT ഗൈഡ് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും യജ്ഞത്തിലെ റൗണ്ട് 3. സോ സൈറ, 2-ാം റൗണ്ടിൽ 50,000 രൂപ മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപ വിജയിച്ചുകൊണ്ട് യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ 1,00,000 രൂപയുടെ മിർ റിയൽറ്റേഴ്സ് പ്രൈസിന് വേണ്ടി സൈറ മത്സരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നും അല്ലല്ലോ കിട്ടിയത്, ആണോ? ആണോ? ബുദ്ധിമുട്ടുള്ള വിഷയമാണോ? എല്ലാം ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. അതാണല്ലോ സൈറ ഓരോ തവണയും പറയുന്നത്, ബുദ്ധിമുട്ടാണ് എല്ലാം. എന്നിട്ട് ഈസി ആയിട്ട് സൈറ മത്സരിക്കുകയും ചെയ്യും. ആൾ ദ ബെസ്റ്റ്. സൈറ നിർദ്ദേശിച്ച ആ സ്ഥലം അംഗീകരിക്കപ്പെടാവുന്ന ഒന്നാണ് സർ. അംഗീകരിക്കാം. സൈറയെ ഇക്കുറി 7 തവണ സഹായിക്കാൻ എനിക്ക് 20 ചോദ്യങ്ങൾ, സൈറയ്ക്ക് 7 ലൈഫ് ലൈൻ. ആർ യു റെഡി? റെഡി. ഓൾ ദ ബെസ്റ്റ് സൈറ. സൈറയ്ക്ക് 7 തവണ സംശയം നിവാരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. IT ഗൈഡ്സ് അതിന് സന്നദ്ധയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോ മക്കൾ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡിനോട് ഒരു വാക്ക് പറയൂ. സതീഷിനോട് പറയൂ സൈറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വൈ ഡോണ്ട് യു സ്പീക്ക് ടു സതീഷിനോട് എന്തെങ്കിലും പറയൂ. ആ ക്യാമറയിലൂടെ സതീഷിനെ നോക്കി എന്തെങ്കിലും പറയൂ. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഹസ്ബൻഡിൻ്റെയാണ്. ബിക്കോസ് ഞാൻ കല്യാണത്തിന് മുമ്പേ ഓൺലി ഒരു BSc ഗ്രാജുവേറ്റ് മാത്രമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഇപ്പോഴും സ്റ്റഡീസ് തന്നെ കണ്ടിന്യൂ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് സപ്പോർട്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് എനിക്ക് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൺലി ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇരിക്കുന്നതെന്നാണ് എനിക്ക് സതീഷ്. ഹായ് സതീഷ്. താങ്കളുടെ ഭാര്യ സൈറ യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ ഒരു സ്ഥലം മനസ്സിലൊളിപ്പിച്ച് മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. സോ വി വിഷ് ടുഗദർ ഓൾ ദ ബെസ്റ്റ് യു. തുടങ്ങാം സൈറ. പ്രേക്ഷകർ സൈറയെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ലൈവായ പ്രേക്ഷകർ മത്സരത്തിന് മുൻപ് സൈറയ്ക്ക് വേണ്ടി ഒരു കരഘോഷം മുഴക്കും. ശരി, സൈറ വിചാരിച്ചത് ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണോ? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു സ്ഥലം ആണ്. ആ സ്ഥലം ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ? നഗരമാണ്. താങ്ക് യു സൈറ. ഇത്തവണ എനിക്കൊരു ചോദ്യം ലാഭിച്ചു. യെസ് ഓർ നോ മാത്രം. എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നുണ്ട്. എന്റെ 4ാമത്തെ ചോദ്യം, സൈറ ആയതുകൊണ്ട് യൂറോപ്പ് എന്ന് പറഞ്ഞപ്പോ സ്കോട്ട്ലാൻഡിലോ ഓസ്ട്രേലിയയിലോ ഉള്ള സ്ഥലമാണോ? അല്ല. സ്കോട്ട്ലാൻഡിലോ ഓസ്ട്രേലിയയിലോ അല്ല. നഗരമാണെന്ന് സൈറ ഇങ്ങോട്ട് പറഞ്ഞു. Is it a capital city? Yes. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, ബെൽജിയം ഇതിലൊരു രാജ്യത്തിലാണോ അത്? സ്വീഡൻ, സ്പെയിൻ, ബെൽജിയം, ഇറ്റലി ഇതിലൊന്നിലാണോ? അല്ല. താങ്കൾ വിചാരിച്ച നഗരം ശാന്തമായും ചിലപ്പോൾ അലകൾ സൃഷ്ടിച്ചും ഒഴുകുന്ന തെംസ് നദിയുടെ തീരത്താണ്? അല്ല. താങ്കൾ വിചാരിച്ച നഗരം
സുഗന്ധപൂരിതമായ ആഹ്ലാദങ്ങളുടെ രാത്രികൾ സമ്മാനിക്കുന്ന സീൻ നദിയുടെ തീരത്താണ്. അതെ, ആണ് ആണ്. സ്മിർ റിയാൽറ്റേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ റൗണ്ടിൽ പരാജയപ്പെടുമ്പോഴും സൈറ സത്യത്തിൽ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം യാഗം പൂർത്തിയാക്കി സൈറ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ സൈറയ്ക്ക് കിട്ടുമായിരുന്ന തുക 10,000 രൂപയാണ്. എന്നാൽ യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ 25,000 പരാജയപ്പെട്ടാൽ 2,500, 50,000 പരാജയപ്പെട്ടാൽ 5,000, 1 ലക്ഷം പരാജയപ്പെട്ടാൽ 10,000. അപ്പോ യാഗത്തിൽ നിന്നും യജ്ഞത്തിലേക്ക് വന്ന സൈറയുടെ യാത്ര ഒരു പക്ഷേ സൈറ വിചാരിക്കുന്നത് ഞാൻ കണ്ടെത്തിയാൽ നഷ്ടത്തിലേക്ക് കലാശിക്കുന്നില്ല. കിട്ടിയത് സൈറ കളഞ്ഞിട്ടില്ല. നേരത്തെ ക്വിറ്റ് പോയിന്റിൽ വെച്ച് കിട്ടിയത് സൈറ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സൈറ വിചാരിച്ച നഗരം ഏജ് ഓഫ് റീസൺസ്, കാരണങ്ങളുടെ യുഗം, കാരണങ്ങളുടെ കാലം എഴുതിയ റാങ് ബോൾ സാർത്രെ എന്ന ജീൻ ബോൾ സാർത്രെ തന്റെ എന്താ പറയാ അരാജകമായ ജീവിതത്തിന് ഇടമാക്കിയ ഒരു സ്ഥലമാണ്. സൈറ വിചാരിച്ച സ്ഥലം പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച മേരി സ്ലൊദോവ്സ്ക എന്ന പെൺകുട്ടി സർവകലാശാലയിൽ പഠിക്കാനെത്തി ജീവിത പങ്കാളിയായ പിയറിയെ കണ്ടെത്തിയ സ്ഥലമാണ്. മേരി സ്ലൊദോവ്സ്ക എന്ന പോളിഷ് പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനെത്തി തന്റെ ജീവിത പങ്കാളിയായി പിന്നീട് മാറിയ പിയറയെ കണ്ടെത്തിയ സ്ഥലമാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. സോ സൈറ വിചാരിച്ച ആ സ്ഥലം ഫാഷന്റെ നഗരമാണ്, സൗന്ദര്യത്തിന്റെ നഗരമാണ്. നിലയ്ക്കാത്ത ആഘോഷങ്ങളുടെ, രാവുകളുടെ, പ്രതിമകളുടെ, മ്യൂസിയങ്ങളുടെ, മെഴുകിന്റെ, കൊളോണുകളുടെ, പെർഫ്യൂമുകളുടെ നഗരമാണ്. ഇതിനെല്ലാം അപ്പുറത്ത് 1789 എന്ന വർഷത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യങ്ങൾ വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂവും കൂടി ജനഹൃദയങ്ങളിലൂടെ ഉയർത്തിവിട്ട നഗരമാണ്. മേരി ആന്റോയിനറ്റും ലൂയി 16 എന്ന ഭർത്താവായ രാജാവും റോബസ്പിയറിനാൽ ഗില്ലറ്റിൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നഗരമാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി 14 ജീവിച്ചിരുന്ന നഗരമാണ്. ഒടുവിൽ സെന്റ് ഹെലേന ദ്വീപിൽ വെച്ച് ആഴ്സനിക് കലർന്ന സ്ലോ പോയിസണിങ്ങിലൂടെ കൊല്ലപ്പെട്ട ധീരനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് കീഴടക്കിയ നഗരമാണ്. ജോസഫൈന്റെ ഹൃദയമിടിപ്പായിരുന്ന നഗരമാണ് പാരീസ്. ആണോ? ആണ്. ഫ്രാൻസ് പടിഞ്ഞാറൻ യൂറോപ്പിലെ പ്രമുഖ രാജ്യമാണ് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് മുദ്രാവാക്യം. പാരീസ് തലസ്ഥാനമായ ഈ രാജ്യം വലുപ്പത്തിൽ 42ാം സ്ഥാനത്താണ്. ലോകത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്രാൻസിൽ 2012 കണക്കനുസരിച്ച് 83 ദശലക്ഷം വിനോദസഞ്ചാരികളാണ് ആ വർഷം ഫ്രാൻസ് സന്ദർശിച്ചത്. സൈറ ഗംഭീരമായിരുന്നു ഈ മത്സരത്തിൽ ഉടനീളമുള്ള സൈറയുടെ പെർഫോമൻസ്. വണ്ടർഫുൾ. മൈട്രി ചലഞ്ചിൽ ആണ് സൈറ യാഗത്തിന്റെ അവസാനം കണ്ടത്. സൈറ വ്യക്തികളെ കുറിച്ചുള്ള റൗണ്ടിൽ മൈട്രി ചലഞ്ചിൽ നിന്ന് മയ്യഴിയിലേക്ക് പോയി. എന്നാൽ സംഭവങ്ങളെ കുറിച്ചുള്ള റൗണ്ടിലാകട്ടെ മൈട്രി ചലഞ്ചിന്റെ ആദിമപിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കരോലിയുടെ സംഭവത്തിലേക്ക് പോയി. നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിന്റെ ആരംഭത്തിലേക്ക്, അല്ലെങ്കിൽ തേക്കിൻ തോട്ടം നടലിലേക്ക് പോയി. ഏറ്റവും വലിയ തേക്കിൻ തോട്ടം ഇന്നും നിലനിൽക്കുന്നത് അവിടെ ആകുന്നതിന് പിന്നിൽ ശ്രീ VK ശ്രീരാമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്ത ഒരേറ്റവും മഹത്തായ സാംസ്കാരിക പ്രവൃത്തി എന്ന നിർവചനം കൂടി ഉണ്ടായി. പ്ലീസ്. സരിത, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ₹10,000. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഈ അശോഭഹാരം. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ജനറൽ ഷെർമാൻ അറിയാമോ എന്താണെന്ന്? ജനറൽ ഷെർമാൻ പ്രേക്ഷകരും മനസ്സിലാലോചിച്ചുള്ളൂ. എന്താണ് ജനറൽ ഷെർമാൻ? തേക്കുമായി ബന്ധമില്ലെങ്കിലും അതിന് ബന്ധമുണ്ട് മൈട്രി ചലഞ്ചുമായെങ്കിൽ.